നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാര്യമായിട്ട് ഡയലോഗ് അടിച്ചു ഓർക്കണ്ട. അവൾക്ക് മാധവന്റെ അതേ ഗതി വരുമെന്ന്. അതാണ് അവൾക്ക് സംശയം തോന്നാനുള്ള പ്രധാന കാരണം. ഇനിയിപ്പോ ഇത്രയും കാലമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൾ അന്വേഷിച്ചിട്ട് എന്ത് കണ്ടെത്താനാ? സാർ അവളെ കുറച്ച് കാണരുത്. അവൾക്കേ മാധവന്റെ സ്വഭാവ. ഒരുത്തിനെ കൊടുക്കണമെന്ന് തീരുമാനിച്ച ക്ഷമയോടെ കാത്തിരുന്ന് കൃത്യസമയം നോക്കി കൊടുക്കും. അവളിപ്പേ സാറിന്റെ കുടുംബത്തിലെ ഓരോരുത്തർക്കുമെതിരെ രഹസ്യമായിട്ട് അന്വേഷണം നടത്താം. എത്ര സമയമെടുത്തിട്ടാണെങ്കിലും നിങ്ങളെല്ലാവരെയും അവള് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരും. അവളെ ഇപ്പോ ഞാൻ എന്താ ഇനി ചെയ്യണ്ടേ? അതൊന്നും ഞാൻ ഗോപാൽജിയോട് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? എന്തായാലും ഒരു കാര്യം പറയാം, പേടിപ്പിക്കാൻ നോക്കിയിട്ട് ഒരു കാര്യമില്ല. സാറ് പോയപ്പോഴുള്ള മഞ്ജു അല്ല ഇപ്പൊ ഉള്ളത്. പണ്ട് തുറിച്ചു നോക്കിയാൽ കരയുന്ന പെണ്ണാണെങ്കിലേ ഇപ്പോഴേ തുറിച്ചു നോക്കിയാൽ കണ്ണൂത്തി പൊട്ടിക്കും. എനിക്ക് ആ പെണ്ണിനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ പെണ്ണിനെ പേടിക്കേണ്ട കാര്യമില്ലായിരിക്കും, പക്ഷേ പെണ്ണിന്റെ ഭർത്താവിനെ പേടിക്കണ്ടേ? ഗിരിക്ക് മഞ്ജു എന്ന് വെച്ച ജീവന. ഇപ്പോഴാണെങ്കി അവൾ അവന്റെ കൊച്ചിന്റെ അമ്മയും കൂടിയാണ്. അപ്പൊ പിന്നെ പറയണ്ടല്ലോ. അവളെ എങ്ങാനും ഗോപാൽജി എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിച്ചെന്ന് ഗിരി അറിഞ്ഞാൽ അവൻ എങ്ങനെ പ്രതികരിക്കുന്നു പറയാൻ പറ്റില്ല. ഗിരി ഒരിക്കലും എനിക്കെതിരെ നിൽക്കില്ല. അവൻ എന്നോട് അത്രയും കടപ്പാടുണ്ട്. ഗിരിക്ക് അവന്റെ കുടുംബത്തിനേക്കാളും വലുതായിട്ടൊന്നും ഇല്ല സാറേ. ഗോപാൽജി ആ കുടുംബത്തിനെതിരെയാണെന്ന് അവന് തോന്നിയ സാറിനോടുള്ള കടപ്പാടൊക്കെ അവൻ ഒരു നിമിഷം കൊണ്ടാണ് മറന്നത്. പിന്നെ ഗോപാൽജിക്ക് നഷ്ടം സംഭവിക്കാൻ ഗിരി സാറിനെതിരെ നിൽക്കണമെന്നൊന്നുമില്ല. കൂടെ നിൽക്കാതിരുന്നാലും മതി. ഗിരി ഗോപാൽജിയെ വിട്ടുപോയാൽ സാറിനെ തീർക്കാൻ തക്കം നോക്കി നടക്കുന്ന ഒരുപാട് പേരെ ഈ നാട്ടിൽ തന്നെയുണ്ട്. അവരെല്ലാം പേടിച്ച് ഗോപാൽജിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാവും. അതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ മഞ്ജുവിനെ അനുനയിപ്പിക്കാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? ആ പെണ്ണും അവളുടെ അച്ഛനെ പോലെ സത്യസന്ധയല്ലേ? കാശ് കൊടുത്ത് വീഴാത്തവരെ സെന്റി പറഞ്ഞ് വീഴ്ത്താൻ നോക്കണം സാറേ. അവളുടെ വീടിന്റെ ആധാരം ഇപ്പോഴും ഗോപാൽജിയുടെ കൈ തന്നെയല്ലേ? ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട്, ഞാൻ തനിക്ക് എന്തിനാണ് വെറുതെ ഇങ്ങനെ കാശ് തരുന്നതെന്ന്. ഇങ്ങനെയുള്ള സമയത്താ അതെന്തിനാണെന്ന് താൻ എന്നെ ഓർമ്മിപ്പിക്കുന്നത്. പിന്നെ സാറേ, അവളുമായിട്ട് സംസാരിക്കുമ്പോ ഒരു മയത്തിലൊക്കെ വേണം. ഞാൻ പറഞ്ഞല്ലോ, അവളിപ്പോ പഴയ ആളല്ല. അതൊക്കെ ഇനി ഞാൻ നോക്കിക്കോളാടൂ. ഓക്കെ. ഇവിടെ വേറെ ആരുമില്ലേ? അമ്മയും സ്വപ്ന അമ്പലത്തിലേക്ക് പോയിരിക്കാം, ഗിരിയേട്ടൻ കടയിലേക്കും പോയിരിക്കാം. അതേതായാലും നന്നായി. ഞാൻ മഞ്ജുവിനോട് സംസാരിക്കാൻ വന്നേ. നമുക്ക് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ ഇതാണ് സൗകര്യം. പറയാനുള്ളത് വേഗം പറഞ്ഞാൽ കൊള്ളാം. എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി. ശരി, ഞാൻ നേരെ വിഷയത്തിലേക്ക് വരാം. കാര്യം
നീ വെറും ഒരു കോൺസ്റ്റബിൾ ആണെങ്കിലും എന്റെ അത്താഴം മുടക്കാൻ നീ ധാരാളമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീയുമായിട്ടൊരു കോംപ്രമൈസ് ചെയ്യാനായിട്ടാ എന്റെ തീരുമാനം. വെറുതെ നമ്മുടെ ഇടയിൽ കിടന്ന് ഗിരി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഇനി അതിന്റെ ആവശ്യമില്ലല്ലോ. നീ എനിക്കൊരു ചെറിയ സഹായം ചെയ്തു തന്നാല് കഴിഞ്ഞതെല്ലാം മറന്ന് നമ്മുടെ കുടുംബങ്ങൾ തമ്മിൽ വീണ്ടും സൗഹൃദത്തിലാവും. അതോടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. നിന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയില് കുറച്ചുകൂടെ സമാധാനമായിട്ട് ഇരിക്കല്ലേ വേണ്ടത്. നീ അധികമൊന്നും ചെയ്യണ്ട. എന്റെ കുടുംബത്തിനെതിരെ നീ നടത്തുന്ന അന്വേഷണങ്ങളെല്ലാം ഒന്ന് നിർത്തിവെച്ചാ മതി. വെറുതെ ഒന്നും വേണ്ട. നിനക്ക് ഏറ്റവും വിലപ്പെട്ടൊരു സാധനം എന്റെ കയ്യിലുണ്ട്. അതങ്ങ് തിരിച്ചു തന്നേക്കാം. നിന്റെ വീടിന്റെ ആധാരം. മാധവന്റെ ഓർമ്മകള് ഉറങ്ങിക്കിടക്കുന്ന മണ്ണല്ലേ അത്. നിനക്കത് തിരിച്ചു വേണ്ടേ? നീ ഒന്നും ചെയ്യാതിരുന്നാൽ മാത്രം മതി. നിനക്ക് ആ സ്ഥലം കിട്ടും. നിന്റെ അച്ഛന്റെ ഓർമ്മയായി ഇനി ഇത് മാത്രമല്ലേ ബാക്കിയുള്ളൂ. എല്ലാവരെയും കാശ് കൊണ്ട് വാങ്ങാൻ കഴിയും നീ വിചാരിച്ചോ? അച്ഛന്റെ ഓർമ്മയായി ഒരു തുണ്ട് ഭൂമിയുടെ ആവശ്യം എനിക്കില്ല. അതിന് ഞാനും എന്റെ അനിയത്തിയും ഉണ്ട്. അച്ഛൻ ചെയ്ത നല്ല കാര്യങ്ങൾ ഞങ്ങളിലൂടെ നാട്ടുകാർക്ക് കിട്ടുന്നത് തുടരും. അച്ഛനെ ഓർക്കാൻ ഞങ്ങൾക്ക് അത് മതി. നല്ല മക്കളുണ്ടായാ അങ്ങനെ ചില ഗുണങ്ങളുണ്ട്. നിനക്കൊന്നും അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ യൂണിഫോമിനോട് എനിക്ക് കൂറുണ്ട്. അതിനോട് നെറുകേട് കാണിക്കാൻ എനിക്ക് പറ്റില്ല. അത് നിന്നെ പോലുള്ള നാണം കെട്ടവന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതിനൊക്കെ അന്തസ് വേണം. അതാണ് നീ. ഇതാണ് ഞാൻ. എന്നെ പോലുള്ളൊരു സാധാരണ പോലീസുകാരൻ നെഞ്ചു വിരിച്ച് നിന്നാ മതി. ഇവനൊക്കെ മുട്ടുമടക്കും. അതാണ് നീ. ഇതാണ് ഞാൻ. എനിക്കറിയാം എന്റെ അച്ഛനെ ഒഴിവാക്കിയത് നീയാണെന്ന്. അതിനുള്ള തെളിവുകൾ ഞാൻ അന്വേഷിച്ച് കണ്ടെത്തും. നിന്നെ മാത്രമല്ല, നിന്റെ കുടുംബത്തെ മുഴുവൻ ഞാൻ അഴിയെണ്ണിക്കും. ഇത് മാധവന്റെ മകളുടെ വാക്കാ. ഈ ഗോപാലൻ ആരാണെന്ന് നിനക്കറിയില്ല കൊച്ചേ. ഞാൻ ഇന്ന് ഈ നിലയിലേക്ക് എത്താൻ എത്ര പേരുടെ ശവത്തി ചവിട്ടിയാ വന്നതെന്ന് എനിക്ക് പോലും ഓർമ്മയില്ല. ആ എന്നെയാണോ നീ വെല്ലുവിളിക്കുന്നേ? ഒറ്റയടിക്ക് തീർത്ത് കളയും നിന്നെയും നിന്റെ വയറ്റിലുള്ളതിനെയും. നിന്റെ ഭീഷണിയൊക്കെ വല്ല പാവങ്ങളുടെ അടുത്ത് ചെന്നിറക്ക്. എനിക്ക് നിന്നെ പേടിയില്ല. നിനക്കെന്നെ പേടിയില്ല അല്ലേ?